നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് പെബിൾ എന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന കോസ്മോസ് ലക്സ് എന്ന സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ എന്താണ് ഹൈലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4000 രൂപയിൽ താഴെ അമോ LED ഡിസ്പ്ലേ ലഭിക്കുന്നു. അതുപോലെ കോളിംഗ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. വെറും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അല്ല, കളേർഡ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിനോടൊപ്പം വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിനകത്താണ് പെബിളിൻ്റെ സ്മാർട്ട് വാച്ച് വരുന്നത്. നേരത്തെ തന്നെ പെബിളിൻ്റെ കുറച്ചുകൂടി ഒരു റഗ്ഡ് ആയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. അത് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചതാണ്. വളരെ ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്ത ഒരു വാച്ചായിരുന്നു അത്. അപ്പോൾ പെബിൾ എന്ന് പറയുന്ന ബ്രാൻഡിനെ എനിക്ക് സത്യത്തിൽ ആ ഒരു വാച്ച് കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടതാണ്. എന്ത് തന്നെയായാലും ഈ പ്രൈസ് റേഞ്ചിൽ, അതായത് 4000 രൂപയിൽ താഴെ അമോ LED ഡിസ്പ്ലേ ഒക്കെ നൽകുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. എന്ത് തന്നെയായാലും ഇത്തരം ഒരു ബോക്സിനകത്താണ് ഈ ഒരു വാച്ച് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ കമ്പാനിയൻ ആപ്പ്, അതായത് ഫിറ്റ് ക്ലൗഡ് പ്രോ എന്ന് പറയുന്ന കമ്പാനിയൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഓർക്ക് ഇത് ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പ്ലേയിലും നമുക്ക് ലഭ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം ഐഫോണുകളോടൊപ്പം നമുക്ക് ഈ ഒരു വാച്ച് പെയർ ചെയ്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ്, ഡീറ്റെയിൽസും ഫീച്ചേഴ്സും എല്ലാം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നത് ഈ ബോക്സിൻ്റെ പുറത്ത് ഇത്തരത്തിലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിച്ചു ഉയർത്തിയാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് ഇതുപോലെ പെബിൾ എന്ന് എഴുതി അവരുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം പാക്കിംഗ് ആണ് എന്ന് പറയാതെ വയ്യ. എസ്പെഷ്യലി നമുക്കിപ്പോൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അത് ലഭിക്കുന്ന ആൾക്ക് ഒരു സന്തോഷമാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നല്ല പാക്കിംഗ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പാക്കിങ്ങിനകത്ത് ഇതേ നമ്മുടെ വാച്ച് ഇവിടെ ഇരിക്കുന്നു. ആ വാച്ച് ഞാൻ ഇതുപോലെ പുറത്തേക്ക് എടുക്കുന്നു. വാച്ച് കൂടാതെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ യൂസർ മാനുവലൊക്കെ ഇവിടെ ഒരു സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ച് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇതിൻ്റെ യൂസർ മാനുവലും വാറൻറ്റി കാർഡ് ഇൻഫർമേഷനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. മാത്രമല്ല, സാധാരണ സ്മാർട്ട് വാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഒരു സ്ക്രീൻ ഗാർഡ് കൂടി ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മൊബൈലിൻ്റെയൊക്കെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നത് പോലെ വാച്ചിന് വേണമെങ്കിൽ ഒരു സ്ക്രീൻ ഗാർഡ് നമ്മൾ അഡീഷണൽ വാങ്ങാനായിട്ട് പോകണ്ട, ഈ ഒരു പാക്കിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വൈബ്സാണ്, വെറ്റ് വൈബ്സൊക്കെയാണ് നമ്മൾ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ട് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈബ്സ് ഉൾപ്പെടെയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അത് സാധാരണ സ്മാർട്ട് വാച്ചിൽ അങ്ങനെ കാണാറില്ല. അതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ എടുത്ത് പറയട്ടെ. പിന്നീട് ഇതിൻ്റെ ചാർജിങ് കേബിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചാർജിങ് കേബിൾ സാധാരണ ഇത്തരത്തിലുള്ള കേബിളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇരിക്കുന്ന സാധാരണ ചാർജറിനകത്ത് USB-A ഡ്രൈവിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യാം സിമ്പിളായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിനകത്തുള്ളത്. വാച്ചിലേക്ക് വരാം. നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി നമ്മളിത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാതെ വയ്യ. അടിപൊളി. മൊത്തത്തിൽ ആ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ പുറത്ത് ഇതുപോലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതും ഞാൻ ഒഴിവാക്കുന്നു. യെസ്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഒരു വാച്ചിന് ഈ പറഞ്ഞ 4000 രൂപയിൽ താഴെയുള്ളൂ വിലയെന്ന് ഒറ്റ നോട്ടത്തിൽ പറയത്തില്ല. ഒരു 10000 രൂപ വിലയുള്ള ഒരു പ്രീമിയം വാച്ചിൻ്റെ ഒരു ലുക്ക് ഈ ഒരു വാച്ചിനുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ആക്ച്വലി ഇതിപ്പോൾ ഈ ഒരു പ്രൈസിൽ വിൽക്കുന്നതേ ഉള്ളൂ. ഒരു ഇൻട്രഡക്ടറി പ്രൈസ് എന്നല്ല, ഇതിൻ്റെ പ്രൈസ് കൂടും. ഇപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വൈസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് പോലും ഇത്തരത്തിലൊരു ഗ്ലാസ് ബാക്കാണ്. അതും സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്ലാസ് ബാക്കാണ്. അതായത് നമ്മൾ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ സ്കിന്നിനൊന്നും യാതൊരു പ്രശ്നവും വരില്ല. മാത്രമല്ല, ഈ സ്ട്രാപ്പ് എന്ന് പറയുന്നത് സിലിക്കോൺ സ്ട്രാപ്പാണ്. അതുപോലെ 22 mm സിലിക്കൺ സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബക്കിൾ മെക്കാനിസമാണ്. നമുക്കിത് റീപ്ലേസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ലെതർ സ്ട്രാപ്പ് പോലും ഇത്തരത്തിൽ 22 mm ബക്കിൾ മെക്കാനിസമുള്ള സ്ട്രാപ്പ് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാം. 200 രൂപ 300 രൂപയ്ക്കൊക്കെ കിട്ടും. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സ്റ്റാപ്പ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു ഡയലിന് ചുറ്റുമുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മെറ്റാലിക്കാണ്, സിങ്ക് അലോയ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിലൊക്കെ പ്ലാസ്റ്റിക്കാണ് ബാക്കിലൊക്കെ കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഗ്ലാസ് വിത്ത് മെറ്റാലിക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഈ 2 ബട്ടണുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് കണ്ടില്ലേ, ഇങ്ങനെ ക്രൗണാണ്, റൊട്ടേറ്റിംഗ് ക്രൗണാണ്. കണ്ടില്ലേ, ആ സാധാരണ വാച്ചുകൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രൗണാണ്. ഈ 2 ബട്ടണുകൾക്കിടയിൽ ഇത്തരത്തിൽ മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കോൾ നമുക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അതുപോലെ അങ്ങേ തലയ്ക്കുള്ളവർ സംസാരിക്കുന്നത് പുറത്തേക്ക് കേൾക്കാനായിട്ട് ഇവിടെ സ്പീക്കർ സപ്പോർട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്. വെറും 48 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല. നമുക്കിനി ഈ ഒരു സ്മാർട്ട് വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ പെബിൾ എന്ന് എഴുതി കാണിക്കുന്നു. ഈ ഒരു ഫിറ്റ് ക്ലൗഡ് പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ ഫോണുമായിട്ട് ഈ ഒരു സ്മാർട്ട് വാച്ചിനെ പെയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വാച്ച് എൻ്റെ ഫോണുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞു. ഈ വാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 1.3 ഇഞ്ച് വരുന്ന അമോ LED ഡിസ്പ്ലേ ആണ്.
AMOLED ഡിസ്പ്ലേ മാത്രമല്ല, ഇതിനകത്ത് കണ്ടില്ല, ഇപ്പോൾ ഡിസ്പ്ലേ ഓൺ ആണ്. ഞാൻ ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഡിസ്പ്ലേ ഓഫ് ആവുമ്പോൾ ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാണിക്കും. അപ്പോൾ ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ സ്ക്രീൻ ഓഫായി നിന്നാൽ പോലും ഒരു മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് ടൈമൊക്കെ കാണാൻ സാധിക്കും. ഓർക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന പ്രീമിയം വാച്ചുകളിലൊക്കെ വരുന്ന ഒരു ഫീച്ചറാണ്. സാധാരണ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുക്കുമ്പോൾ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നൽകുന്നത്. പക്ഷേ ഇവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലും കളർ ഡിസ്പ്ലേ ആണ്. കണ്ടില്ലേ, ഇവിടെ ആ ഒരു അവർ സൂചി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലും കളറായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ 10ഓളം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകളാണ് ഈ ഒരു വാച്ചിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ഏകദേശം 100ഓളം വാച്ച് ഫേസുകൾ ഇതിൻ്റെ ക്ലൗഡിൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഉണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. 100ഓളം വാച്ച് ഫേസുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വാച്ചിലേക്ക് സിങ്ക് ചെയ്തും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേയിൽ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ പ്രധാനപ്പെട്ട ടോഗിളുകൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മാക്സിമം ബ്രൈറ്റ്നസ് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. 600 nits ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെ അത്രയും ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ വാച്ച് പലപ്പോഴും കയ്യിൽ കെട്ടി പുറത്തൊക്കെ നിൽക്കുമ്പോൾ സമയം നോക്കുമ്പോൾ നമുക്ക് ടൈം കാണണമല്ലേ. അപ്പോൾ അത്തരം ഒരു ഔട്ട്ഡോർ വിസിബിലിറ്റി ഇത്രയധികം ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും വരികയില്ല. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ഒരു അരികളുണ്ടല്ലോ, അത് ഒരു താരതമ്യേന ഒരു അല്പം കൂടുതലായിട്ട് തോന്നി. കണ്ടില്ലേ, ഒരു കറുത്ത ചുറ്റും ഒരു വളയം പോലെ തന്നെ ആ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഒരു വലിയ സൈസിലാണ് അതിന് ചുറ്റുമുള്ള ഒരു അരികുകൾ എന്നുള്ളത് ഓർമ്മയിൽ വേണം. അതുപോലെ ഇനി ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ 7 ദിവസത്തെ ബാറ്ററി ലൈഫാണ് പെബിൾ ഈ ഒരു സ്മാർട്ട് വാച്ചിന് ആവശ്യപ്പെടുന്നത്. കാരണം 300 mAh ബാറ്ററിയാണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. 2 മണിക്കൂർ എടുക്കും ഇത് ഈ ഒരു വാച്ച് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ. അത്തരത്തിൽ ഫുൾ ചാർജ് ചെയ്താൽ ഈ പറഞ്ഞതുപോലെ 7 ദിവസം നമുക്ക് ഈ ഒരു വാച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വാച്ചിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. അതായത് 24/7 നമുക്ക് നമ്മുടെ ഹൃദയമിടിപ്പ് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കും. അതൊക്കെ നല്ല ഒരുവിധം ആക്യുറേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയും ഒരു ആക്യുറസിക്ക് വേണ്ടി പെബിൾ ഇതിനകത്ത് VC32 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡെഡിക്കേറ്റഡ് സെൻസർ തന്നെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ലീപ്പ് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ഉറക്കത്തെ അത് മോണിറ്റർ ചെയ്യും. എത്ര മണിക്കൂർ ഉറങ്ങി, എത്ര മണിക്കൂർ ഉണർന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ സാധിക്കും. കൂടാതെ ഇതിനകത്ത് സ്ട്രെസ് മോണിറ്റർ എന്ന് പറയുന്ന ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം സ്ട്രെസ്ഡ് ആണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലൊരു കാൽക്കുലേറ്റർ പോലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിച്ച് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതൊരു 5 ATM വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതായത് IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നീന്തലൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ കെട്ടാം, മഴ നനഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. ഫുള്ളി വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇവിടെ 2 ബട്ടണുകൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടല്ലോ. ആദ്യത്തെ ബട്ടൺ ഇതുപോലെ ഒറ്റ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ മെനു വരും. പിന്നെ നമുക്ക് ഈ ഒരു ക്രൗൺ ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മെനു നമുക്ക് ഇത്തരത്തിൽ നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു മെനു എടുക്കുക. അത് സാധാരണ സ്മാർട്ട് വാച്ചിൽ അത്തരം ഒരു ഫീച്ചർ കാണില്ല. അതുപോലെ മെയിൻ സ്ക്രീനിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ വാച്ച് ഫേസുകൾ സാധാരണ നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്തൊക്കെ മാറ്റും. അങ്ങനെ ഇതിലും ലോങ് പ്രസ് ചെയ്ത് മാറ്റാമെങ്കിലും ആ ലോങ് പ്രസ് ചെയ്ത് മാറ്റുന്നത് കൂടാതെ നമുക്ക് ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്രൗൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ വാച്ച് ഫേസുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാം എന്നുള്ളതും ഈ ഒരു വാച്ചിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ താഴെ കാണുന്ന ഈ 2ാമത്തെ ബട്ടൺ ഒരു ഷോർട്ട് കട്ടാണ്. അതായത് നമുക്ക് വർക്കൗട്ട് മോഡുകളിലേക്കുള്ള ഡയറക്റ്റ് ഷോർട്ട് കട്ടാണ്. നിരവധി വർക്കൗട്ട് മോഡുകൾ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഈ ഒരു വാച്ചിനകത്ത് പ്രീമിയം ഫീച്ചർ ആയിട്ടുള്ള കോളിംഗ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് നമുക്കറിയില്ല, ഇവിടെ ടെലിഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാച്ചുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഇവിടെ ഡയൽ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു വാച്ച് വഴി കോൾ ചെയ്യാം. നമ്മളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അതുപോലെ കോൺടാക്ട് ഇൻഫർമേഷൻ, റീസെൻറ്റ് കോൾസ് ഒക്കെ നമുക്ക് ഈ ഒരു വാച്ചിലൂടെ തന്നെ കാണാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാസ്വേഡ് കൊടുത്ത് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഫോൺ നമ്മൾ സ്ക്രീൻ ലോക്ക് ചെയ്യാറുണ്ട് അല്ലേ, നമുക്ക് വരുന്ന പ്രൈവറ്റ് മെസ്സേജുകളൊന്നും മറ്റൊരാൾ ഓപ്പൺ ചെയ്ത് കാണാതിരിക്കും. ആ സ്മാർട്ട് ഫോണിലേക്ക് വരുന്ന മെസ്സേജുകൾ നമ്മുടെ വാച്ചിനകത്ത് കാണും അല്ലേ. അത് ആർക്കും വേണമെങ്കിലും വാച്ച് എടുത്ത് നോക്കിയാൽ അത്തരം മെസ്സേജുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ പറഞ്ഞതുപോലെ വാച്ചിനകത്ത് പാസ്വേഡ് കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാച്ചിൻ്റെ അകത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ കാണണമെങ്കിൽ മറ്റൊരാൾക്ക് സാധ്യമാകില്ല. ആ ഒരു പാസ്വേഡ് അറിയാവുന്ന ആൾക്ക് മാത്രമേ വാച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരം ഒരു സെക്യൂരിറ്റി കൂടി ഈ ഒരു വാച്ചിനകത്ത് അഡീഷണലായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇവിടെ ഫീമെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു വാച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെനു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നത് നിരവധി ഫീച്ചറുകളാണ്. കോൾ റെക്കോർഡ്,
നമ്പേഴ്സ്, കോൺടാക്റ്റ്, അതുപോലെ വോയിസ് അസിസ്റ്റൻ്റ് ഓപ്ഷൻ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഡേറ്റ, വർക്കൗട്ട് റെക്കോർഡ്സുകൾ, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഓക്സിജൻ ലെവൽ, സ്ട്രെസ്സ്, മെസ്സേജസ്, വെതർ എന്ന് വേണ്ട നിരവധി ഫീച്ചറുകൾ തന്നെയാണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. ഈവൻ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫോൺ നമ്മൾ എവിടെയെങ്കിലും വെച്ച് ദൂരെ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണ്, കാണുന്നില്ലെങ്കിൽ ആ ഫോൺ കണ്ടെത്താനുള്ള ഫൈൻഡ് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ പോലും ഈ വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. 1 ഇയർ വാറണ്ടിയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് പെബിൾ നൽകുന്നത്. ഓർക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു വാച്ച് വാങ്ങുന്നെങ്കിൽ വിത്തിൻ 10 ഡേയ്സ് 10 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾ ഈ ഒരു വാച്ച് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം അവരുടെ വെബ്സൈറ്റിൽ. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഈ ഒരു 1 ഇയർ വാറണ്ടി നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ റേറ്റിലാണ് ഈ ഒരു വാച്ച് പെബിൾ വിൽക്കുന്നത്. അതാണ് 3999 രൂപ. ആക്ച്വലി ഈ ഒരു വാച്ചിൻ്റെ ബോക്സിൻ്റെ പുറത്ത് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏകദേശം 10,000 രൂപയ്ക്ക് അടുത്താണ്. അതിനുള്ള വാല്യൂ ഈ ഒരു വാച്ചിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻട്രഡക്ടറി പ്രൈസിംഗ് ആണ് ഈ പറഞ്ഞ 3999 രൂപ. പെബിളിൻ്റെ അധികൃതർ അറിയിച്ചത് ഉടൻ തന്നെ ഒരുപക്ഷെ ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് കൂടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു വാച്ച് ഈ പ്രൈസിങ്ങിൽ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങുന്നതാണ് നല്ലത്. ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് ഈ ഒരു വാച്ച് വാങ്ങാം. അപ്പോൾ ഓർക്കുക, ഫ്ലിപ്കാർട്ടിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. ഞാൻ ഏത് പ്രോഡക്റ്റും റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് അത് ആൾറെഡി ആളുകൾ വാങ്ങിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആളുകളുടെ ഒരു അഭിപ്രായം, കസ്റ്റമേഴ്സിൻ്റെ ഒരു അഭിപ്രായം ഞാൻ നോക്കാറുണ്ട്. അത്തരത്തിൽ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഈ ഒരു വാച്ചിൻ്റെ ഒരു റേറ്റിംഗ് നോക്കിയപ്പോൾ 4.6 ഔട്ട് ഓഫ് 5 ആണ് നൽകിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നല്ല റേറ്റിംഗ് ആണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഈ പ്രൈസിങ്ങിൽ, അതായത് ഈ 3999 രൂപയിൽ വേറെ ലെവൽ സ്മാർട്ട് വാച്ച് തന്നെയാണ്. എസ്പെഷ്യലി ഈ ഒരു AMOLED ഡിസ്പ്ലേ, അതുപോലെ കോൾ ഫീച്ചർ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഇതെല്ലാം ഈ പ്രൈസിങ്ങിൽ കിട്ടുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. എനിക്കിതിനകത്ത് ഒരു കാര്യം മാത്രമാണ് ഒരു ചെറിയ കുറവായിട്ട് എനിക്ക് തോന്നിയത്. അത് ഈ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ആ ഒരു അരികൊണ്ടല്ലോ, അതൊരു സൈസ് ഒരു അല്പം കൂടുതലായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ അതൊരു മോശമായിട്ടൊന്നും തോന്നുന്നില്ല. കാണാൻ എന്തായാലും ഗുഡ് ലുക്കിംഗ് ആണ്. ഇതിൻ്റെ തന്നെ ഒരു ഗോൾഡൻ കളർ വേരിയൻ്റ് കൂടിയുണ്ട്. സെയിം പ്രൈസ് തന്നെയാണ്. ഇതിപ്പോൾ സിൽവർ ആണല്ലോ ഈ ഒരു മെറ്റാലിക് ഏരിയ, അതിൻ്റെ ഗോൾഡൻ കളറുണ്ട്. അതിനകത്ത് ലെതർ സ്ട്രാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ, സാധാരണ ഒരു കൺവെൻഷണൽ വാച്ച് പോലെ തന്നെ നമുക്ക് തോന്നും. ഒരു സ്മാർട്ട് വാച്ചിൻ്റെ എല്ലാ ഫീച്ചറും ഉള്ള ഒരു സാധാരണ വാച്ച് പോലെ ആ ഒരു എന്താ പറയുക, ഒരു ഡിഗ്നിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ആ ഒരു ഗോൾഡൻ കളർ വേരിയൻറ്റ് വാങ്ങിയിട്ട് ലെതർ സ്ട്രാപ്പ് ഇട്ടാൽ എന്ത് തന്നെയാലും ഈ ഒരു സ്മാർട്ട് വാച്ച് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് തോന്നുന്നു? വീഡിയോയുടെ താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഇത് വാങ്ങുന്നതിനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.